ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദമായി തന്നെ അക്കാര്യം പറഞ്ഞിട്ട് പറയാ, കാലുണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തിനാ വാശി പിടിക്കുന്നു? പാമ്പിനെ കാണാത്തോൻ പാമ്പ് വയറുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടാണല്ലോ. പാമ്പിനിപ്പോ കാലുണ്ടോ കാണാൻ? അത് വയറ്റിൽ ഇങ്ങനെ പാമ്പിന് നമ്മൾ എന്തു പറയും? എന്തുണ്ടെന്ന്? പാമ്പിന് നുരിയുണ്ട്. ഇത് ഈ മീൻ്റെ ഒക്കെ നുരി അതുകൊണ്ട് നടക്കണെന്ന്. എന്നാ വേണ്ട, അതും ഇല്ലാത്ത നാഞ്ഞോളം എങ്ങനെ നടക്കണേ? എരെങ്ങനെ നടക്കുന്നത്? കാല് നിറക്കാൻ സ്വത്തല്ല, നടക്കണമെങ്കിൽ കാല് വേണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് തന്നെയുള്ള ജീവജാലങ്ങളെ പറ്റി പഠിക്കാനിട്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അതിന് ഫിറ്റായ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാ കിറാം ചോദിച്ചതിന് പറഞ്ഞത്, കാലിൽ നടക്കാൻ കുതിരത്ത് കൊടുത്ത റബ്ബ്, ആ റബ്ബിന് കഴിയും മുഖം കൊണ്ട് നടക്കാൻ കഴിയാൻ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും ആദരവാക്കപ്പെട്ട അവന്റെ അവയവം മുഖമാണ്. ഈ മുഖം നിലത്തിലിട്ട് വലിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അങ്ങേ അറ്റം അവഹേളിക്കുകയും നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യാൻ. എന്തുകൊണ്ട്? ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചവരാണവർ, റബ്ബിനെ ചോദ്യം ചെയ്തവരാണവർ, അഹങ്കാരികളാണ്. അങ്ങനെയുള്ള അഹങ്കാരികളെ അങ്ങേയറ്റം എളിമത്തരത്തിലും നിന്ദതയിലുമാക്കുക. എന്നാൽ അവർക്ക് പോകാൻ വെളിച്ചുണ്ടോ? വെളിച്ചില്ല. കൂരാക്കൂരി ഇരുട്ടാണ്. രണ്ടു കാലിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അതില്ല. ആ നിലക്കവര് വിഷമിച്ച് ദാഹം കൊണ്ട് തൊണ്ടവരണ്ട്, നാക്കുണങ്ങി ഈ നിലക്കുള്ള യാത്ര നീണ്ടുപോവുകയാണ്. അതിന്റെ ഇടയ്ക്കൊരു നാലാം കക്ഷിയുണ്ട്. അവര് ഖബറിന്ന് പുറത്തിറങ്ങുമ്പോ നേരത്തെ പറഞ്ഞേക്ക് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടൊക്കെയാണ് പുറത്തിറങ്ങുന്നത്. യാത്ര തുടങ്ങാൻ പോകുമ്പം രണ്ടു കാലിൽ തന്നെ നടക്കുന്നത്. നടക്കാൻ തുടങ്ങുമ്പം വെളിച്ചമുണ്ട്. നടക്കാൻ തുടങ്ങുമ്പോൾ വെളിച്ചമുണ്ട്. പക്ഷേ 4 അടി നടന്നു കഴിഞ്ഞു നോക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ് അടഞ്ഞു. ഇപ്പൊ ആകെ പ്രശ്നമായി. നേരത്തെ തന്നെ ഇരുട്ടത്താണ് നടന്നിരുന്നെങ്കിൽ കുറേശ്ശെ അങ്ങനെ തപ്പി അടക്കാം. അതേ സമയത്ത് നല്ല വെളിച്ചം ലഭിച്ച് പെട്ടെന്ന് ലൈറ്റ് കെട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല, നിൽക്കുക. ഖുർആൻ തന്നെ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോരുമ്പോ മുഅ്മിനീങ്ങൾ നല്ല വെളിച്ചത്തിൽ നടന്നു പോകുമ്പോ ഇവരുള്ള വെളിച്ചം കെട്ടുപോയി ആകെ വേജാറായിട്ട് ഇരിക്കുമ്പോ മുഅ്മിനീങ്ങളെ പോകുമ്പോ ഇവർക്കറിയാം മുഅ്മിനീങ്ങളെ. അപ്പൊ പറയാ, അല്ല പൊന്നു ചങ്ങായിമാരെ, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. നമുക്ക് വെളിച്ചം ഉണ്ടായിരുന്നത് കെട്ടുപോയി, നിങ്ങളൊന്ന് കാത്തിക്കി, നിങ്ങളെ വെളിച്ചത്തൊന്ന് കുറച്ച് നമ്മൾക്കും പെട്ടോട്ടെ. നമ്മളൊക്കെ ഒന്നിച്ച് നിസ്കരിച്ചിനോലാണല്ലോ, ഒന്നിച്ച് നോൻപ് പറ്റിനോലാണല്ലോ, നമ്മളൊപ്പാണല്ലോ ഹജ്ജിന് പോയത്. അതുകൊണ്ട് നിങ്ങളൊന്ന് നിക്കി, ഞങ്ങൾ വിളിച്ചെടുക്കാം. അപ്പൊ ഇവരിങ്ങനെ മറ്റോലെ വിളിച്ച് ശല്യം ചെയ്യുമ്പം മലായിക്കത്ത് പറയാൻ തീലർജോറാക്കും ഫൽത്തമിസൂനൂറ, ഓല് പോയിക്കോട്ടെ, ഓലെ നിങ്ങൾ കാത്തിക്കണം, എന്താ പ്രശ്നിക്കുന്നത്, നിങ്ങൾ ബേക്കൊക്കെ നോക്കി അവിടെയാണല്ലോ വിളിച്ചൊന്നേര്. അപ്പൊ പാവങ്ങളൊക്കെ അവിടെ ബേക്കൊക്കെ നോക്കും. ബേക്കൊക്കെ നോക്കുമ്പോ പറഞ്ഞേക്കല്ല വെളിച്ചം കാണാണ്ട്, നോക്കണതിന്റെ ഇടയിൽ കാണാ ആ വെളിച്ചാണ്ട് കെട്ട്. ഇത് വല്ലാത്ത ചതിയായിപ്പോയല്ല. നമ്മളോട് ബാക്കിൽ വെളിച്ചുണ്ട്, അവിടുന്ന് എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോ കാണാൻ കണ്ടു, പക്ഷെ അപ്പൊ തന്നെ കെട്ടുപോയല്ലോ. മുന്നിക്ക് നോക്കൂ. എന്നാ ഇനി മറ്റേ മിസ്കിമാരോട് ചോദിച്ചിട്ട് ആരുടെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലോ എന്നുള്ളവർക്ക്. ഉടനെ നോക്കുമ്പോ വദരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാത്തിനുഹു ഫീഹി റഹ്മത്തു വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് യുനാദൂനഹും അലം നകും നാകും ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും. തിരിഞ്ഞു മുന്നോട്ട് നോക്കുമ്പോ ഒരു ഇടക്കൊരു മറ. മുന്നിൽ ഇതുവരെ തൊട്ടടുത്തുണ്ടായ മോമിനികളൊന്നും കാണില്ല. ഇടക്ക് വദരിബ ബൈനഹും ബിസൂർ, ഇടക്കൊരു മതിൽക്കെട്ട്. മതിൽക്കെട്ടിന്റെ വാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, ഇവരെ ഭാഗത്തുനിന്ന് നോക്കുമ്പം ഭയങ്കരം കത്തിജ്വലിക്കുന്ന നരകക്കുണ്ടാരായിട്ടാണ് കാണുന്നത്. അപ്പുറത്താണെങ്കിലോ നല്ല അള്ളാഹുവിന്റെ റഹ്മത്ത്, അവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇവരെ കാണില്ല, മുന്നിൽ ഇവരെ ഉണ്ടാവുന്നറിയാലോ, വിളിച്ചു വയ്ക്കാണ്. അലംനക്കും മാക്കും. എന്ത് ചങ്ങായിമാരെ, നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരോലല്ലേ, നമ്മളൊക്കെ ഒന്നിച്ചൊരു ബസ്സിലല്ലേ നമ്മളൊക്കെ പോയിരുന്നത്, നമ്മൾ മദീന സിയാറത്തിന് ഒന്നിച്ചൊരു ബസ്സിലല്ലേ പോയിരുന്നത്, നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചവരല്ലേ, എന്ത് ചതിയായത്.
അലംനക്കുമാക്കും നമ്മളും നിങ്ങളെ കൂട്ടത്തിൽ തന്നെയല്ലേ നിങ്ങൾ എന്ത് കളിയായി കളിക്കണത്? കാലൂബല അറിയാം നമ്മളെ കൂട്ടത്തിൽ നിങ്ങളുണ്ടായിനി, പക്ഷേ ഇവരാക്കിന്നക്കും വത്തന്തും അൻഫുസക്കും നിങ്ങളെ കപട വിശ്വാസമായിട്ടാണ് മുനാഫിക്കുകളാ. പുറത്തൊക്കെ ഉണ്ട്, പുറത്തമലൊക്കെ ഉണ്ട്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലൊക്കെ കൂടുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ കുഫ്രിയത്താണ്, ഉള്ളിൽ തട്ടിപ്പാണ്, വഞ്ചനയാണ്. യഥാർത്ഥ ഈമാൻ ഉണ്ടായിരുന്നില്ല, നിഫാഖാണ്. ആ നിഫാഖിന് അനുസരിച്ച അമലിനനുസരിച്ച പ്രതിഫലമാണ് പരലോകത്ത് കൊടുക്കുക. ജസാം വിഫാഖ അല്ലാഹു തആല പറഞ്ഞു, പ്രവൃത്തിക്ക് അനുയോജ്യമായ പ്രതിഫലം കൊടുക്കുക. അതായത് ഷഹാദത്ത് കലിമയിൽ ഈമാനിന്റെ ഒരു വെളിച്ചോൽക്ക് കിട്ടീനി, അതുകൊണ്ട് തന്നെ ഖബറിന്ന് പുറത്തിറങ്ങുമ്പോൾ വെളിച്ചോൽക്കുണ്ട്. പക്ഷേ പിന്നെന്താ ചെയ്തത്? ആ ഈ വെളിച്ചത്തിൽ നിന്നിട്ട് അവർ ഉരിച്ചാടി കുഫ്രിയത്തിൽ തന്നെ ഉറച്ചിക്കാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈമാന്റെ വെളിച്ചം ഇവിടെ കിട്ടി, പക്ഷെ അതിൽ മുന്നോട്ട് പോയില്ല, ഉടനെ കെട്ടുപോയി. നിങ്ങൾ ചെയ്ത പണി തന്നെ ജസാം വിഫാഖ പരലോകത്തിന്റെ പ്രത്യേകത. ചെയ്യുന്ന പണിക്ക് അനുസരിച്ച കൂലി ഉണ്ടാകുക. അവരെന്താണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കനുസരിച്ച പ്രതിഫലം ഉണ്ടാവും. ഇത് പരലോകത്ത് അങ്ങോട്ട് എത്തിയിട്ടല്ലുള്ളത്, പോകുന്ന സമയത്തുള്ള അവസ്ഥയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആളുകൾ വളരെ വിഷമിച്ച് യാത്ര ചെയ്ത് മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടുക വെച്ച സ്ഥലം അത് എവിടെയാണോ അല്ലാഹുക്ക് തന്നെ അറിയാം. ആ മഹ്ശറയിൽ ഒരു ഭാഗം വാഹനത്തിലായി വളരെ സുഖസുന്ദരമായി യാതൊരു പ്രയാസവും അറിയാതെ അവിടെ എത്തിപ്പെട്ട് അവർക്ക് മഹ്ശറയുടെ യാതൊരു പ്രയാസങ്ങളും വിഷമങ്ങളും തൽക്കാലം അനുഭവിക്കപ്പെടുന്നില്ല. അവര് സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, സുഖത്തിലാണ്. രണ്ടാമത്തെ വിഭാഗം അങ്ങനെയല്ല, അവര് നടന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വെളിച്ചുണ്ടായിട്ടും ഇല്ലാതെയും ഞെരുങ്ങിയിട്ടും ബുദ്ധിമുട്ടിയിട്ടും എന്നാൽ അതോടുകൂടി അങ്ങനെ നടന്ന് കുറെ വിഷമിച്ചാണെങ്കിലും അവിടെ എത്തിപ്പെട്ടു. അവര് വിഷമിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടുമില്ല. മൂന്നാമത്തെ വിഭാഗം അവരുടേത് പറയേണ്ടതില്ല. ഈ നിലക്ക് കഷ്ടപ്പെട്ട് ഇരുട്ടിലും വിഷമത്തിലും പെട്ട് മുഖം കുത്തി നടന്ന് ദാഹിച്ച് തൊണ്ട വരണ്ട് അങ്ങനെ മഹ്ശറയിൽ എല്ലാ വിഭാഗങ്ങളും എത്തിപ്പെട്ടു. അള്ളാഹു ഈ ലോകത്തിൽ നിന്ന് പടച്ചത് എങ്ങനെയാണോ, ഈ ലോകത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നിട്ട് പ്രസവിച്ചു വന്നത് എങ്ങനെയാണോ, അതേ നിലക്ക് എല്ലാ മഹ്ലൂഖീങ്ങളും പരലോകത്തെത്തിപ്പെട്ടു. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാര്യം പറയുന്നുണ്ട്. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉർലാ. പാദരക്ഷ ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ, മാർഗം കഴിക്കപ്പെടാതെ ജനിച്ച ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനിച്ച കുട്ടി എങ്ങനെയോ അതേ രീതിയിൽ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അല്ലാഹു തആല തന്നെ അക്കാര്യം പറയുന്നു. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യം എങ്ങനെയാണോ തുടങ്ങിയത്, അന്ന് മാർക്കം കഴിച്ചിട്ടില്ലാരും, ഉമ്മ പ്രസവിച്ചാരും കാലിൽ ചേർപ്പിട്ടുകൊണ്ടല്ല ലോകത്തേക്ക് വന്നത്, വസ്ത്രം ധരിച്ചുകൊണ്ടല്ല ആരും വന്നത് എന്നതുപോലെ നുഈദുഹു, നാളെ മഹ്ശറയിലേക്ക് അവരെ അതേ നിലക്ക് മടക്കും. ഇത് വഅദൻ അലൈനാ, ഇത് ഞാനൊരു വാഗ്ദാനം ചെയ്തു പോയിരിക്കുന്നു. ഇന്നാ കുന്നാ ഫായിലീൻ, തീർച്ചയായും ഞാനത് അങ്ങനെ തന്നെ ചെയ്യും, അതിലൊരു മാറ്റമില്ല. മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം നൽകപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് വസ്ത്രമില്ലാതെ ഒന്നിച്ചാടല്ലോ വരുന്നത്. ഈ വിവരം പറയുമ്പോൾ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഹബീബായ നബിയെ, കോടാനുകോടി മനുഷ്യരെല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, പൂർണ്ണനഗ്നരായി ഒരുമിച്ച് കൂടുമ്പോ ആണും പെണ്ണും ഒന്നിച്ചല്ലേ ഒരുമിച്ച് കൂടുക? നാണക്കേടല്ലേ നബിയെ? പരസ്പരം ഔറത്തിലേക്ക് നോക്കില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ അൽഅംറു അശദ്ദു മിൻ ദാലിക്. അതിനൊന്നും പറ്റുന്ന സാഹചര്യമല്ല മനുഷ്യനെന്ന സമയത്ത് മാനസികമായി ഒരാൾക്ക് ഒരാളെ നോക്കാനോ ഒരാൾക്ക് ഒരാളെ പറ്റി ചിന്തിക്കാനോ പറ്റുന്ന മനോഭാവമോ മാനസികാവസ്ഥയോ അല്ല. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ.
മറ്റു കാര്യങ്ങളെ തൊട്ടൊക്കെ അവനെ ശ്രദ്ധ തിരിക്കാൻ സ്വന്തം കാര്യം തന്നെ എമ്പാടും ഓരോ മനുഷ്യർക്കുമുണ്ട്. ആരും അക്കാര്യത്തിൽ ഒഴിവല്ല. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അംബിയാ മുർസലുകൾ പോലും പേടിച്ച് വിഷമിപ്പിച്ച് നഫ്സി നഫ്സി എന്ന് പറയാൻ പോലും അവർക്കേ കഴിയൂ, ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പോലും കഴിയാത്ത സാഹചര്യം. പറയണ്ടേ? സ്വന്തം നഫ്സിന്റെ കാര്യമെങ്കിലും നാവ് കൊണ്ടൊരക്ഷരം പറയാൻ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അംബിയാ മുർസലുകൾക്കേ സാധ്യാവൂ. അവര് തന്നെ പറയുന്നത് എന്താണ്? നഫ്സി നഫ്സി, പടച്ചോനെ എന്റെ ശരീരം, എന്റെ കാര്യം എന്താവും, എന്റെ അവസ്ഥ എന്താകും എന്നാണ് അംബിയാ മുർസലുകൾ പോലും ബേജാറാകുന്നത്. പക്ഷെ അതവര് പറയുന്നു. ബാക്കിയുള്ള ഒരൊറ്റ മനുഷ്യനും ഒരക്ഷരം നാവുകൊണ്ട് പറയുന്നില്ല. പേടിച്ച് അങ്ങേയറ്റത്തെ എളിമത്തരത്തോടുകൂടി നാനാഭാഗത്തും വലയം ചെയ്തതായിരിക്കും അല്ലാഹുവിന്റെ അദാബിനെ പേടിച്ചുകൊണ്ട്. എന്തും സംഭവിക്കാം. റബ്ബാവുന്ന തമ്പുരാൻ അവന്റെ വിധി തീരുമാനത്തിന് പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. എന്തും സംഭവിക്കാം, ആർക്കും ഒരു മുൻവിധിയുമില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് പോലും വെപ്രാളപ്പെട്ട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അറിയാത്തൊരു സാഹചര്യം.